നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും പറയാറുണ്ട് മുഖത്ത് കരിമങ്കല്ലിയാണ്, കണ്ണിന് രണ്ട് സൈഡിൽ കൂടി ഇവിടെ നമ്മുടെ കണ്ണിന് താഴെയായിട്ട് ഇവിടെ ഉണ്ട്, വായു ചുറ്റും കരിമങ്കല്ലിയാണ്. അങ്ങനെ പറയണവർക്ക് ടാൻ അടിച്ചിട്ട് ആദ്യമൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു, പിന്നെ മെല്ലെ മെല്ലെ കളറൊക്കെ പോയി. ഒന്നാമത്തെ കളർ പോണത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് കൊണ്ടും പിന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ വേണ്ടത്ര നമ്മൾ ശ്രദ്ധിക്കണില്ല. അത് രണ്ടു കാര്യം കൊണ്ടാണ് നമുക്ക് ഈ ടാൻ അടിക്കണതും കരിമങ്കല്ലും വരണതും. നമുക്ക് ആദ്യം തന്നെ ഒരു സൂചന തരും നമ്മുടെ സ്കിന്ന്, നമ്മുടെ ആദ്യത്തെ ആ കളറും കൂടെ പോകും. അതിന് ശേഷം പിന്നെ നമുക്ക് കാണുന്നത് ചെറിയ ചെറിയ ഡോട്ടായിട്ട് നമുക്ക് ഓരോ കറുത്ത് കുത്തുകൾ വരാൻ തുടങ്ങും. അത് നമുക്ക് രണ്ടാമത് തരുന്ന ഒരു സൂചനയാണ്, നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാൻ പോവുകയാണ്. ആ സമയത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ നമുക്ക് അപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പാക്കുകളായിട്ടും സിറായിട്ടും ക്രീമുകളായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ തന്നെ അപ്പം തന്നെ മാറ്റാവുന്നതുള്ളൂ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രായമാവും തോറും നമ്മുടെ എന്താ പറയുക സ്കിൻ ഡള്ളാവണതും സ്കിന്നൊന്ന് തൂങ്ങണതും എന്ന് വെച്ചാൽ ലൂസാവും, ഒന്ന് ടൈറ്റ് ആയിരിക്കണ നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് ലൂസാക്കും. അതൊക്കെ നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഓരോ പ്രായം അനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കണം, വെള്ളം ശ്രദ്ധിക്കണം. നമ്മൾ സ്കിൻ എങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് ആദ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ സ്കിന്നിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. അധികം അമ്മമാരും അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഭർത്താവിന് പരിഗണന, അവരുടെ കാര്യങ്ങൾ നോക്കുകയും കുട്ടികളാവും, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കലാവും, അവർ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ അവർ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ അവരെ സ്കൂളിൽ വിടണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവരുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ കാര്യങ്ങൾ പാടെ മറക്കും. ആ പണി കഴിയട്ടെ ഈ പണി കഴിയട്ടെ പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യും. അതുപോലെ തന്നെ സൺസ്ക്രീൻ, ആ സമയത്തൊന്നും ഞാൻ കുട്ടികൾ ചെറുതാകുമ്പോൾ സൺസ്ക്രീൻ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. സൺസ്ക്രീൻ എന്താണെന്ന് അറിയാത്താൽ എന്ത് തേക്കാനാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ ക്രീം തേച്ചു അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക മുഖത്ത് അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വലുതായി, നമുക്ക് ടൈമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും എന്താ മുഖം മൊത്തം ടാൻ അടിച്ച് കറുത്ത് കരിവാളിച്ച് മുഖത്ത് മുഴുവൻ പിഗ്മെൻറ്റേഷൻ വന്ന് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വന്ന് മോക്കുരു വന്നാൽ പണ്ടൊക്കെ കല്യാണത്തിന് നമുക്ക് മോക്കുരു വരുമ്പോഴേക്കും ഭയങ്കര വിഷമം, അതിന് വേണ്ടത് ചെയ്യായിരുന്നു. പിന്നീട് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ ശേഷം കുരു വന്നാലും അതിനൊന്നും ശ്രദ്ധിക്കാതെ അത് മുഴുവൻ പാടായി, ചെറിയ കുഴികളായി. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു പിന്നീട് എൻ്റെ. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒന്നും ശ്രദ്ധിക്കാതെയൊക്കെ ആകുമ്പോഴാണ് സ്കിന്ന് ഏറ്റവും ഡള്ളായി പോണതും. പിന്നെ എനിക്ക് പുറത്ത് പോകാൻ മടിയായി തുടങ്ങി. കാരണം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും തേക്കുന്ന ഒരാളല്ല. എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിറം ഉണ്ടെങ്കിൽ സിറം തേക്കും. അത് ഇപ്പോട്ടോ, പണ്ടൊന്നുമില്ല, വെറും ക്രീം തേക്കുക പോവുക, ഇതായിരുന്നു പണ്ട്. ഇപ്പം പിന്നെയും ഞാൻ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം സിറം തേക്കും. നമ്മളതുപോലെ ടോണർ ഉണ്ടെങ്കിൽ ടോണർ ഉപയോഗിക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ടോണറായിട്ടോ ഞാൻ ഉപയോഗിക്കുക. അതിട്ടിട്ട് തന്നെ ഞാൻ പുറത്ത് പോകാറ്. അതുപോലെ ക്രീം, നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കിയതിന് ശേഷം ഇപ്പോൾ സൺസ്ക്രീനും തേക്കും. ഇതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ തോന്നുകയാണെങ്കിൽ മാത്രം ലൈറ്റായിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇടും. ഈ മേക്കപ്പാണ് എൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒന്നും നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേച്ചാലും നമ്മുടെ സ്കിൻ ആ ഡള്ളായി കറുത്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്ത് പോകാനൊരു മടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ ചെറിയ ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇടാറില്ലേ പണ്ടത്തെ, അതൊക്കെ ഞാൻ എൻ്റെ സ്കിന്ന് ശ്രദ്ധിക്കാതിരുന്ന സമയത്തുള്ള എൻ്റെ മുഖത്ത് വന്ന ആ ഒരു പാടുകളും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ സ്കിന്ന് ശ്രദ്ധിക്കാതെ എൻ്റെ ആ ഒരു പഴയ മുഖം പോലെ ആയവർക്ക് എൻ്റെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ ഞാൻ ഒരുപാട് ഉപയോഗിച്ച ഒരു പാക്കുമായിട്ടാണ് വന്നത്. ഇത് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറും, മുഖക്കുരു വന്ന പാടുകൾ മാറും, കുഴികളും മാറുന്നുണ്ട്, കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾ മാറുന്നുണ്ട്, മുഖം വെളുക്കണമുണ്ട്. അത്രയും നല്ല റിസൾട്ടാണ് ഇത് തരുന്നത്. മെയിനായിട്ട് നമ്മുടെ ടാനും പിഗ്മെൻറ്റേഷനും മാറും. അടിപൊളിയായിട്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു സ്കിൻ ടോൺ ഒന്നും കൂടി നല്ലപോലെ ഒരു 2-3 ഷെയ്ഡൊക്കെ നമ്മൾ ഓരോ വട്ടം ഉപയോഗിക്കുമ്പോൾ നമുക്കത് മാറി കിട്ടുന്നുണ്ട്. നിങ്ങളിതൊരു 10 ദിവസം ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് പറയില്ല. എൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ പാക്ക് ഉപയോഗിച്ചതിനേക്കാളും നല്ലത് നമ്മൾ ഡിഫറെൻറ്റ് ഇടയ്ക്ക് മാറ്റി ഉപയോഗിക്കണതായേ. അപ്പോഴാണ് കൂടുതൽ റിസൾട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയട്ടോ. അപ്പോൾ ഇത് 10 ദിവസം ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾ ഇതല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേറെ ഏതിലാണ് റിസൾട്ട് കിട്ടിയത് അത് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഏതിലാണ് റിസൾട്ട് കിട്ടിയത് അത് നോക്കുക. അല്ല നിങ്ങൾക്ക് ഇതന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ആഴ്ച 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 3 വട്ടം മാത്രം ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഇടവിടുന്ന ദിവസങ്ങളിൽ വേറെ ഏതെങ്കിലും പാക്ക് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും, ഞാൻ ഉറപ്പ് തരണം. അത്രയും എനിക്ക് റിസൾട്ട് തന്നൊരു സാധനമാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കതൊരു 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടു എൻ്റെ പേര് ദീപാണ്.
നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം ഒരു ഉരുളക്കിഴങ്ങാണ്. പൊട്ടറ്റോ നല്ലപോലെ കഴുകി തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടറ്റോ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതിൻ്റെ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോയുടെ ജ്യൂസ് നല്ലപോലെ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസിലേക്ക് നമ്മൾ എടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉഴുന്ന് മാവാണ്. ഉഴുന്ന് അരച്ചത് 1 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ച് പീൽ പൗഡറും ഉഴുന്നും നമ്മുടെ പൊട്ടറ്റോ എല്ലാം നമ്മുടെ മുഖത്ത് കളറ് കൊണ്ടുവരാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും സഹായിക്കുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. വീട്ടിൽ ഉണക്കി പൊടിച്ചതുണ്ട് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിട്ടത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ്. അതും നമുക്ക് ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് അരച്ചതും നമ്മുടെ ഒരു ചെറിയ പൊട്ടറ്റോയുടെ ജ്യൂസും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും മാറ്റാനും നമ്മുടെ കരിമങ്കല്ലി ഉണ്ടല്ലോ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറ്റാൻ നിങ്ങളിതൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങളെല്ലാം മാറും. നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്യുക 10 ദിവസം അടുപ്പിച്ച്. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ സ്കിൻ എന്നും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കും. മുഖം എന്നും തിളക്കത്തോടുകൂടിയും വെളുത്തും ഇരിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹം. കറുത്തവർക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കണവരുണ്ട്. പക്ഷേ അവരും വെളുക്കണമെന്ന് ആഗ്രഹിക്കണവർ തന്നെ ആയിരിക്കും. വെളുക്കണം എന്ന് ഞാൻ പറയാറില്ല, ഞാനൊരു ഇരുനിറക്കാരിയാണ്. പക്ഷേ നമുക്ക് എന്നും നമ്മുടെ മുഖത്ത് പാടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഹെൽത്തി സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറും, പിഗ്മെൻറ്റേഷൻ മാറും, മുഖക്കുരു വന്ന പാടുകൾ മാറും. മുഖക്കുരു വന്നാൽ നമ്മുടെ മുഖത്തൊക്കെ കുഴി ഉണ്ടാവില്ലേ, അതൊക്കെ മാറി നല്ലപോലെ വെളുക്കും കേട്ടോ. ഇത് ഫസ്റ്റ് യൂസിന് ടാനൊക്കെ മാറി നല്ലപോലെ കളർ വരും മുഖത്തിന്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടൂല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം, അതിനനുസരിച്ച് റിസൾട്ടും ഉണ്ട്. നമ്മളിത് ആദ്യം തന്നെ ഒരു മസാജാണ് കൊടുക്കേണ്ടത്. പൊട്ടറ്റോ എല്ലാവർക്കും അറിയണതാണ്. പൊട്ടറ്റോ നമ്മുടെ മുഖത്തുണ്ടാവണം, കണ്ണിനടിയിൽ ഉണ്ടാവണത്, അതുപോലെ തന്നെ നമുക്ക് മുഖത്തുണ്ടാവണ കുഴികൾ, പിഗ്മെൻറ്റേഷൻ എല്ലാത്തിനും നമുക്ക് പൊട്ടറ്റോ ഏറ്റവും നല്ലതാണ്. പൊട്ടറ്റോ ഉഴുന്നുമായിട്ടുള്ള പാക്കുകൾ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ പാക്ക് നല്ല പല തരത്തിൽ ഞാൻ പൊട്ടറ്റോയും ഇതുമായിട്ടുള്ള പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും നല്ല റിസൾട്ട് തരും. ഉഴുന്നാണെങ്കിലും സ്കിൻ ടൈറ്റ് ചെയ്യാനും വെളുക്കാനും പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഉഴുന്ന് പൊട്ടറ്റോ ആണെങ്കിലും നമ്മുടെ മുഖത്തെ പാടുകൾ മാറും, പിഗ്മെൻറ്റേഷൻ മാറും, കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറും. ഇതിനെല്ലാം സഹായിക്കുന്നതാണ് നമ്മുടെ പൊട്ടറ്റോ സ്റ്റാർച്ച് വെച്ചിട്ടുള്ള സിറം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും. നല്ല അടിപൊളി റിസൾട്ടായിരുന്നു അത്. ഇപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. ഒന്നും ഒരു വട്ടം ഉണ്ടാക്കി കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിർത്തും. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടാക്കി ഉപയോഗിക്കും. അതിനുശേഷം പിന്നെ ഇതുണ്ടാക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ എനിക്കൊരു റിസൾട്ട് എനിക്ക് തോന്നിയത് നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഒരു റിസൾട്ട് അത് നല്ലൊരു എന്താ പറയുക റിസൾട്ടായിരിക്കും. സ്ഥിരമായിട്ട് നമ്മൾ ഒന്നും ഉപയോഗിക്കരുത്. ഒന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ദിവസം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു റിസൾട്ട് കിട്ടണില്ല എന്ന്. അപ്പോൾ ഞാൻ അതിന് വരെ ഞാൻ ചെയ്യണത് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ പോലെ തോന്നണം. പണ്ടൊക്കെ ഇത് മുഖം നല്ലപോലെ ടാൻ അടിച്ച് പിഗ്മെൻറ്റേഷൻ പിടിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, എന്ത് തേച്ചാലും എനിക്ക് എന്താ തോന്നുന്നു അറിയോ, ഞാൻ എന്ത് തേച്ചിട്ടും എൻ്റെ മുഖത്തേക്ക് അതിൻ്റെ റിസൾട്ട് കാണണില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും, എപ്പോഴും വിചാരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ നിർത്താതെ തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഇത് മെല്ലെ മെല്ലെ മാഞ്ഞു കൊണ്ട് ഒറ്റയടിക്ക് മാഞ്ഞു പോണതല്ല, മെല്ലെ മെല്ലെ അത് മാറുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായതും പിന്നെ ഞാനത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഓരോന്നും പാക്കുകൾ മാറി മാറി ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതുപോലെ നിങ്ങൾ വിചാരിക്കണം മുഖത്ത് റിസൾട്ട് കിട്ടില്ലല്ലോ പറഞ്ഞിട്ട് നിങ്ങൾ വിടരുത്. നിങ്ങൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ലോണം മുഖത്ത് പ്രശ്നമുള്ളവർക്ക് പെട്ടെന്ന് നമുക്കത് ക്ലിയറായി തോന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയറായി തോന്നാത്തത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ അതിലൊരു മടുപ്പ് തോന്നാതെ നിങ്ങളുടെ സ്കിന്നിനെ സ്നേഹിച്ച് ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടെച്ചാൽ തീർച്ചയായും അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. എനിക്ക് അത്രയ്ക്ക് എൻ്റെ മുഖം പ്രശ്നത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ. നോക്ക്, നിങ്ങൾക്ക് ഒരു കഴിഞ്ഞ വർഷത്തെയും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിറച്ച് കുരു വന്ന പാടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര കറുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഈ
നിങ്ങൾ 2024 വീഡിയോ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെ ഇപ്പോഴും എനിക്ക് കറുപ്പുണ്ട്. പിഗ്മെൻറ്റേഷനും കടന്ന് മെലാസ്മയായി. കാരണം പിഗ്മെൻറ്റേഷൻ നമ്മൾ ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് മെലാസ്മ വരിക കേട്ടോ. അപ്പോൾ അത്രയും പ്രശ്നം എൻ്റെ സ്കിന്നിലുണ്ടായിരുന്നു. ഞാൻ ഇത്രയും മാറ്റിയെടുത്തത് വേറെ ഒരു ക്രീമും അല്ല, നമ്മുടെ ഹോം റെമഡി, നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. സിറം ഞാൻ വാങ്ങി ഉപയോഗിച്ചത് പറഞ്ഞിട്ട് വിറ്റാമിൻ സി സിറം നല്ല പ്രശ്നമാണ് നിങ്ങളുടെ മുഖത്ത് നിന്ന്. വിറ്റാമിൻ സി സിറം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചോ, ഏറ്റവും നല്ലതാണ്. നിങ്ങളെ കൊണ്ട് ആവണത്, നിങ്ങൾക്ക് ആവണ പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഇപ്പം ഉണ്ടല്ലോ. ഇത് ഇന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഏതാ നിങ്ങൾക്ക് പറ്റിച്ചാൽ വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിക്കുക. നല്ല ഒരു സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിന് പറ്റണത് വാങ്ങി ഉപയോഗിക്കുക. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കണമെന്ന്. ഞാൻ അധികം മാറി കമ്പനികളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യം വാവിൻ്റെ ഉപയോഗിച്ചത്, പിന്നെ ബയോട്ടിക്കിൻ്റെ വാങ്ങി ഉപയോഗിച്ചു. പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അധികം ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ ആണ്. അത് ഞാൻ ഓഫർ വരുമ്പോൾ 2 3 4 ഒക്കെ വാങ്ങി വയ്ക്കും. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ പറഞ്ഞിട്ട് അതാണ് ഉപയോഗിക്കാറ്. ഇനി വേറെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളുടെ റിസൾട്ട് പറയാം. അപ്പോൾ മാമാർത്തിൻ്റെ ഞാൻ എവിടെയും പോകണില്ല, ഇപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ എനിക്കതൊക്കെ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം, ചൂടുകാലാണെച്ചാലും തണുപ്പ് കാലാണെച്ചാലും 2-3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ധാരാളം കുടിക്കുക. 3 ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങിയത് കുടിക്കാൻ ശ്രമിക്കുക. പഞ്ചസാര മധുരങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ഒന്ന് ചുരുക്കി കൊണ്ടുവരിക, നിർത്തുക ഒക്കെ ചെയ്യുക. ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെൽത്തിനും അതെ, സ്കിന്നിനും അതെ, എല്ലാത്തിനും നല്ലതാണ്. ഇങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഞാനിതാ ഒരു മസാജ് കൊടുത്ത് പാക്ക് കട്ടിക്ക് ഇട്ട് കൊടുത്തു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇതൊക്കെ നല്ലപോലെ ഉണങ്ങി. ഇത് ഞാൻ കഴുകുമ്പോൾ ഞാനൊരു മസാജ് കൊടുക്കും കേട്ടോ. വെള്ളം നനച്ചൊരു മസാജ് കൊടുക്കുക. ഒരു 2 മിനിറ്റിൻ്റെ കൊടുത്താൽ മതി. അതിന് ശേഷം കഴുകിയെടുക്കുക. നമ്മൾ എന്താ പറയുക, ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു മസാജ് കൊടുത്തിരുന്നു. ഇപ്പോൾ നല്ലപോലെ ഉണങ്ങിയതുകൊണ്ട് തന്നെ മസാജ് നമ്മൾ ചെറുതായിട്ട് 1-2 മിനിറ്റിൻ്റെ കൊടുത്തിട്ട് കഴുകിയെടുക്കുക. ഞാൻ എന്നിട്ട് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. സ്റ്റാർട്ടിങ്ങിലുള്ള എൻ്റെ മുഖം ഇപ്പോഴത്തെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടാൻ പൂർണ്ണമായി മാറി. നല്ല അടിപൊളിയായിട്ട് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതിന്. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണമെന്നേ ഉള്ളൂ. നമ്മൾ പൊടികളൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കുക. ഉഴുന്ന് നമുക്ക് പൊടിച്ച് വയ്ക്കുക, അതിലും ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ആവശ്യം എന്താ, പൊട്ടറ്റോ. അതും അപ്പളേക്കപ്പളേ ജ്യൂസ് എടുത്ത് ചെയ്യണത് ഏറ്റവും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് തന്നൊരു, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല പാക്ക് ഏതാ ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്ന പാക്ക് ഇതാണ് കേട്ടോ. ഞാൻ ഉറപ്പ് പറയാണ്, എല്ലാവരുടെയും മുഖം കളർ വരും. ഞാൻ എൻ്റെ മോനും കൂടി ബാക്കിയുള്ളത് തേച്ച് കൊടുത്തു. അവൻ്റെ മുഖത്ത് നല്ല കളറാണ് വന്നത്. ഫസ്റ്റ് യൂസിന് അവൻ്റെ ടാനൊക്കെ മാറി. അപ്പോൾ അത്രയും റിസൾട്ട് തന്നൊരു സാധനമാണ്. തീർച്ചയായും ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.